ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രൈഹാക്മിയിലെ ബ്ലൂ എന്ന റൂമിനെ നമ്മൾ പാസ്വേഡ് ക്രാക്ക് ചെയ്തിരുന്നു അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് നമ്മൾ 3 ഫ്ലാഗ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഗൈസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫ്ലാഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സിസ്റ്റം റൂട്ടിലാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ ആ ഒരു റൂട്ടിലേക്ക് പോകാം. സിസ്റ്റം റൂട്ട് എവിടെയാണ്? അതായത് വിൻഡോസിൻ്റെ സിസ്റ്റം റൂട്ട് എന്ന് പറയുക നമ്മുടെ എന്താ പറയുക, ആ ഒരു ലോക്കൽ ഡിസ്ക് സി എന്ന് പറയില്ലേ, അതാണ് എൻ്റെ റൂട്ട്. അവിടേക്ക് നമുക്ക് പോകണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏത് ഫയലിലാണ് നിൽക്കുന്നതെന്നുള്ള ലൊക്കേഷൻ നമുക്ക് വേണം. ഞാനിവിടെ PWD അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ സി വിൻഡോസ് സിസ്റ്റം 32 എന്ന് കിടപ്പുണ്ട്. നമുക്ക് അതിൽ നിന്നും ബാക്കിലേക്ക് പോകണം. ബാക്കിലേക്ക് പോകാൻ ഏത് കമാൻഡാണ്? CD സ്പേസ് ഡോട്ട്. ഇങ്ങനെ ആ ഒരു കമാൻഡ് കൊടുത്ത് നമ്മൾ ആ ഒരു ലോക്കൽ ഡിസ്ക് സിയിലേക്ക് വന്നെത്തുക. ഓക്കെ, എൻ്റെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു എറർ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ PW അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ സി എന്ന ഒരു ഫോൾഡറിൽ നമ്മൾ ആ ഒരു സെർവറിൻ്റെ എന്താ പറയുക റൂട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ LS അടിച്ച് നോക്കുമ്പോൾ നമുക്കവിടെ കുറേ ഫയൽസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും flag1.txt എന്ന് കിടപ്പുണ്ട്. ആ ഒരു ഫയൽ നമുക്ക് റീഡ് ചെയ്യണം. നമുക്ക് നോർമൽ മീറ്റർ പ്രിന്റർ ഷെല്ല് വെച്ചിട്ട് നമുക്കത് റീഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യണം? ഷെൽ ആക്സസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഷെൽ ആക്സസ് എന്ന് കൊടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ മീറ്റർ പ്രിന്റർ ഷെല്ല് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫ്ലാഗ് റീഡ് ചെയ്യാൻ നോക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് എററാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷെൽ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ പറയുക, ഒരു ഷെൽ ആക്സസിലേക്ക് കയറുക. അതിനുശേഷം ആ ഒരു കമാൻഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലാഗ് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഷെൽ ആക്സസിന് വേണ്ടി ജസ്റ്റ് ഷെല്ലെന്ന് ടൈപ്പ് ചെയ്യുക, ആ ഒരു ഷെൽ ആക്സസ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ LS അല്ല കൊടുക്കേണ്ടത്, വിൻഡോസിൻ്റെ CMD കമാൻഡാണ്. ഓക്കെ, അതായത് DIR എന്ന് കൊടുക്കുക. ആ ഒരു DIR എന്ന് കൊടുക്കുമ്പോൾ അവിടെ flag1.txt എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഫ്ലാഗ് റീഡ് ചെയ്യാനായിട്ട് ടൈപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, ടൈപ്പ് സ്പേസ് flag1.txt അങ്ങനെ കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ ആ ഒരു ഫ്ലാഗ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അവിടെ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ വെബ് ബ്രൗസറിലെ ആൻസർ ബോക്സിലേക്ക് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ആൻസർ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഫ്ലാഗ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ഫ്ലാഗ് കിടക്കുന്നത് അവിടെ വിൻഡോസിൻ്റെ പാസ്വേഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, പാസ്വേഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് .sam എന്ന ഫയലാണ്, SAM. ഓക്കെ, ആ ഒരു ഫോൾഡറിലാണ് നമുക്ക് അടുത്ത ഫ്ലാഗ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ഫ്ലാഗ് കിടക്കുന്നത് വിൻഡോസിൻ്റെ പാസ്വേഡ്സ് സ്റ്റോർ ചെയ്യുന്ന ഫോൾഡറിലേക്കാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ നമ്മൾ നിന്നിരുന്ന ആ ഒരു ഫോൾഡറില്ലേ, അതായത് സിസ്റ്റം 32, അതിലേക്ക് പോവുക. ആദ്യം CD സ്പേസ് വിൻഡോസ് അടിക്കുക. അതിനുശേഷം വിൻഡോസിൽ നിന്നും സിസ്റ്റം 32ലേക്ക് പോവുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു ഫോൾഡറിലേക്ക് പോകണം. അതായത് അവിടെയാണ് നമ്മുടെ പാസ്വേഡ് എല്ലാം കിടക്കുന്നത്. കോൺഫിഗ് എന്നാണ് ആ ഒരു ഫോൾഡറിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ സിസ്റ്റം 32ലേക്ക് വന്നു. അതിനുശേഷം കോൺഫിഗ് എന്ന ഫോൾഡറിലേക്ക് കയറുക. CD സ്പേസ് കോൺഫിഗ്. ഓക്കെ, കോൺഫിഗ് എന്ന ഫോൾഡറിലേക്ക് കയറിയതിന് ശേഷം മറ്റൊരു ഫോൾഡറിലേക്ക് നമുക്ക് വീണ്ടും കയറാനായിട്ടുണ്ട്. സാം എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോൾഡറിലേക്ക് കയറണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ DIR കൊടുത്തു കഴിഞ്ഞാൽ അവിടെ flag.txt എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ആ ഒരു ഫ്ലാഗ് നിങ്ങൾക്ക് റീഡ് ചെയ്യാനായിട്ട് മുമ്പേ നമ്മൾ യൂസ് ചെയ്ത അതേ സെയിം കമാൻഡ് തന്നെ കൊടുക്കുക, ടൈപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, ടൈപ്പ് flag2.txt. ആ ഒരു കമാൻഡ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അടുത്ത ഫ്ലാഗ് കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്ത് വെബ് ബ്രൗസറിലെ എന്താ പറയുക ആൻസർ ബോക്സിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഫ്ലാഗ് കൂടി കണ്ടുപിടിക്കാനുള്ളൂ. ഈ ഒരു ഫ്ലാഗും കൂടി നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു റൂമിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഫ്ലാഗ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫ്ലാഗ് കിടക്കുന്നത് നമ്മുടെ യൂസറിനകത്താണ്. യൂസർ ജോൺ ഡോക്യുമെൻറ്റ്സിലേക്ക് പോവുക. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ സിസ്റ്റം 32ലാണ് കറൻ്റ്ലി നമ്മളിപ്പോൾ ഉള്ളത്. അവിടുന്ന് ബാക്ക് ഇറങ്ങി എന്താ പറയുക, ആ ഒരു റൂട്ട് ഫോൾഡറിലേക്ക് കയറുക. അവിടെ നിന്നും യൂസേഴ്സ് ജോൺ ഡോക്യുമെൻറ്റ്സിലേക്ക് കയറുക.
സോ അവിടെ നിന്ന് നിങ്ങൾക്ക് dir എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ flag3.txt എന്ന് കാണാൻ സാധിക്കും. അതും മുമ്പത്തെ പോലെ തന്നെ ടൈപ്പ് എന്ന കമാൻഡ് യൂസ് ചെയ്ത് ആ ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യുക. ഓക്കെ, റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫ്ലാഗ് കാണാൻ സാധിക്കും. അപ്പോൾ അതവിടെ കോപ്പി ചെയ്തിട്ട് വെബ് ബ്രൗസറിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളവിടെ നമ്മുടെ ലാസ്റ്റ് ഫ്ലാഗും കണ്ടെത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.